നമ്മുടെ എത്ര കുടുംബങ്ങളിൽ നമ്മുടെ അമ്മാവന്മാരുടെ മക്കള് അല്ലെങ്കിൽ കൊച്ചച്ചന്മാരുടെ മക്കള് അവരുടെ മക്കളെയൊക്കെ അറിയുന്നവരുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ചില കുടുംബങ്ങളിലുണ്ട് ഒരു ബന്ധമില്ലാതെ നമ്മുടെ സഹോദരങ്ങളുടെ മക്കളെ പോലും അറിയാൻ മേലാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് പറയാം. സഹോദരങ്ങളെ അറിയും, അവരുടെ മക്കൾ ഏതാന്ന് പോലും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾ ഏതാന്ന് പോലും അറിയാതെ ഒരു ബന്ധവുമില്ലാതെ അന്യരെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് ശരിയാ. ഭാരതം എൻ്റെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്ന സത്യ. കാരണം നമ്മൾ അറിയാതെ കിടക്കണം നമ്മുടെ സഹോദരങ്ങളെ. ശരിക്കും പറഞ്ഞാൽ അതെ. കാരണം നമ്മൾ എന്തെങ്കിലും സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലോ പേരിൽ അവരോട് പിണങ്ങി താമസിക്കും. പിന്നെ അവരങ്ങ് അകന്നകന്ന് പോയി അവരുടെ ഒരു കാര്യത്തിലും നമ്മുടെ ഇടപെടാതിരിക്കും. അവരങ്ങ് അകന്ന് മാറിപ്പോകും. എന്നാൽ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് നല്ല രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹാരം കാണാവുന്നതാവുള്ളൂ, ഇല്ലേ? ഇപ്പോൾ ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേർക്ക് ഒരേ സ്ഥിതിയായിരിക്കില്ല. 5 പേർക്ക് 5 രീതിയായിരിക്കും. അതായത് ഒരാൾക്ക് ചിലപ്പോൾ ഒന്നാന്തരം നല്ല കാലമായിരിക്കും, രണ്ടാമത്തെ ആൾക്ക് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് അവരുടെ കുടുംബം പോകുന്നതായിരിക്കും. ഏതെങ്കിലും ഒരാൾ ഒരു കൃഷിപ്പണിക്കാരനോ എന്തെങ്കിലും ആയിരിക്കും, അയാൾക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് ഉള്ളവരും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം. ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അവരെക്കുറിച്ച് ഒരു വിവരം പോലും കാണില്ല. ഇങ്ങനെ ആയി കുറച്ച് കഴിയുമ്പം അവർ വിദേശത്ത് പോയവർ അവിടെ സ്ഥിരതാമസമാക്കുന്നു. നാട്ടിലുള്ളവർ അച്ഛനെയും അമ്മേനെയും നോക്കി. മിക്കവാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. നാട്ടിലുള്ള ഏതെങ്കിലും കൃഷിപ്പണി ചെയ്ത് നടക്കുന്ന ആളായിരിക്കും അച്ഛനെയും അമ്മേനെയും നോക്കുന്നത്. അല്ലെങ്കിൽ ജോലിക്കാരനാണെങ്കിൽ നാട്ടിലുള്ളവൻ ആയിരിക്കും അമ്മേനെയും അച്ഛനെയും നോക്കണം. അല്ലെങ്കിൽ കാശുള്ളവരാണെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുകയും ചെയ്യും, ഇല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ അവസാനം കുറച്ച് കഴിയുമ്പം ഒരു തലമുറ അങ്ങ് കഴിഞ്ഞു പോകുമ്പം ആ ബന്ധങ്ങൾ അറ്റുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരവും കാണില്ല. അവരിട്ട് നാട്ടിലോട്ടും വരില്ല. ഈ സഹോദരങ്ങളുടെ മക്കൾ എന്നെ എടുക്കണേന്ന് അറിയത്തില്ല, എന്താ പഠിക്കണേന്ന് അറിയത്തില്ല. എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടുകാരെയാണെങ്കിലും അച്ഛൻ്റെ വീട്ടുകാരെ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മളെവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ അന്തം വിട്ടു, ഇവരുടെ മക്കളാണോ ഇത്, അവരുടെ മക്കളുടെ മക്കളാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഫംഗ്ഷൻ വെച്ചാലും ഒന്നും അവരെ വിളിക്കുകയോ ഇല്ല. ഒന്നുമില്ലാതെ സ്വന്തം അമ്മയുടെ അനിയത്തിമാരെ വിളിക്കാത്ത കുടുംബാംഗങ്ങളും കൂടെ ഉണ്ട്. അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇച്ചിരി മോശമാണെങ്കിൽ അവരെ കണ്ടാൽ പോലും അറിയാത്ത കുടുംബക്കാരും കൂടെ ഉണ്ട്. അമ്മയുടെ അനിയത്തിമാരെ വിളിക്കില്ല, അമ്മയുടെ ആങ്ങളമാരെ വിളിക്കില്ല, അച്ഛൻ്റെ അനിയന്മാരെ വിളിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒപ്പം സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ അവർ വിളിക്കില്ല. അങ്ങനെ തിരിച്ചു വ്യത്യാസമുള്ളവർ ഒത്തിരി ഉണ്ട്. എന്താ അല്ലേ ഇതാ ശരിക്കും. നമുക്ക് പിന്നെ അവരെ കാണുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്താ മനുഷ്യൻ സ്വത്തിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള ബന്ധങ്ങളേ ഉള്ളൂ. നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ എല്ലാവരും അറിയും. അവരെ എന്നാന്ന് പറയാ, അവരുടെ വീടുകൾ അറിയും, അവരുടെ വീട്ടിൽ പോകാൻ അറിയും. അത് 2 ബന്ധം മറിഞ്ഞു പോയാൽ പോലും, അതായത് അച്ഛൻ്റെ അനിയനോ അച്ഛൻ്റെ അമ്മാവനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അവരെ അറിഞ്ഞിരിക്കും. കാരണം അവരുടെ ആ സ്റ്റാറ്റസ് വെച്ചാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്, ഇല്ലേ? അല്ലാണ്ട് നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ളവരെയോ അവരുടെ മക്കളെയോ നമ്മൾ അന്വേഷിക്കുകയേ പോലുമില്ല. നമുക്ക് നല്ല ധനസ്ഥിതി ഉണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കും. അതേപോലെ ചില അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു സ്വഭാവം കൂടെ ഉണ്ട്. 5 മക്കളുണ്ടെങ്കിൽ 5 പോയി താമസിക്കും. മാസാമാസം താമസിക്കുന്ന ആരോഗ്യമുള്ള സമയത്ത് താമസിക്കും. എന്നിട്ട് ഈ ഒന്നുമില്ലാത്ത, അതായത് സാമ്പത്തിക സ്ഥിതി ഇച്ചിരി മോശമായതിൻ്റെ ഭാര്യേനെയും അവരെ കുറ്റം പറയുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവൻ്റെ വീട്ടിൽ അങ്ങനെ, അവൾ അങ്ങനെ ചെയ്യണേ, ഇവളെങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ അവരെ നോക്കുന്ന ആരാ? ഈ പാവപ്പെട്ട മനുഷ്യനായിരിക്കും, പാവപ്പെട്ട കുടുംബമായിരിക്കും. അതും എനിക്ക് അനുഭവമുള്ളവരെ ഒരു കുടുംബത്തെ അറിയാം. കാരണം അവർ നന്നായിട്ട് അച്ഛനെയും അമ്മേനെയും നോക്കുന്നുണ്ട്, അവരുടെ സ്ഥിതി വെച്ച് അവർ നോക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും മൂത്ത മകനൊക്കെ നല്ല സെറ്റപ്പിൽ താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആ സാമ്പത്തിക സ്ഥിതിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവിടെ നിന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ കുറ്റവും പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്ന അച്ഛനമ്മമാരുമുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മ അടുത്ത ആളുടെ അടുത്തേക്കാണ് പോകുന്നത്. 5 പേരുടെ അടുത്ത് ഇങ്ങനെ താമസിക്കും മാറി മാറി മാസങ്ങളോളം. തിരിച്ച് അവസാനം വന്നു നിൽക്കുന്നത് ഈ സാധാരണക്കാരൻ്റെ വീട്ടിലായിരിക്കുമേ. അപ്പം 5 ചെന്നിട്ട് ഈ ഓരോ വീട്ടിലെ മാറി മാറി കുറ്റവും പറഞ്ഞു നടക്കുന്ന അച്ഛനമ്മമാരുമുണ്ട്. ഇത് ഒത്തിരി അറിവുള്ളത് കൊണ്ടും ഒത്തിരി പേരെ അനുഭവം കേട്ടതുകൊണ്ടും ഒത്തിരി സുഹൃത്തുക്കൾ പറയണത് കൊണ്ട് അച്ഛനമ്മമാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്. സ്വന്തം അച്ഛനമ്മമാർ പറയുന്നതെന്ന് ഓർക്കണം. മകൻ്റെ അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും, ആ പെൺകൊച്ചിൻ്റെ അമ്മായിയമ്മയായിരിക്കും കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇത് പറഞ്ഞിട്ട് എന്താ കിട്ടണേന്ന് ഓർക്കണേ. നമുക്ക് ഓരോരുത്തരും യുണീക്കാണല്ലോ, അല്ലേ?
എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഇരിക്കണം. നമ്മുടെ കണ്ണുകൾ വേറെയാണ്, നമ്മുടെ കയ്യിലെ വിരലുകൾ വേറെയാണ്, എല്ലാം വേറെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിലും വ്യത്യാസം കാണും. നമ്മളെ ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് 5 പേർക്കും 5 സ്വഭാവമായിരിക്കും, ഇല്ലേ? ചിലർ നല്ല സ്വഭാവമായിരിക്കും, ചിലർ ഇച്ചിരി കള്ളു കുടിക്കുന്നു, ഇച്ചിരി ദുശീലമുള്ള സ്വഭാവമായിരിക്കും, ചിലർ ആർക്കും ഒരു സഹായം ചെയ്യാത്ത സ്വഭാവമായിരിക്കും. അങ്ങനെ പല സൈസ് സ്വഭാവക്കാരായിരിക്കും 5 മക്കളുള്ളത്. അന്നോർത്തോണ്ട് നമ്മളവരെ മാറ്റി നിർത്തുന്നത് മോശമായ ഒരു സ്വഭാവമല്ലേ? അങ്ങനെ ഒത്തിരി കുടുംബത്തിലുണ്ട് കേട്ടോ. ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവർ ഈ സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവരെ മഹാമോശമായിട്ടും അവരെ മാറ്റി നിർത്തുന്നവരും ഒത്തിരി പേരുണ്ട്. അതേപോലെ ഈ ഒരു തലമുറ അങ്ങ് കഴിയുമ്പോൾ അടുത്ത തലമുറയാകുമ്പോൾ ഇവർ കണ്ടാൽ പോലും അറിയില്ല. അത് വിദേശത്തൊക്കെ ഉള്ള മക്കള് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മകന്റെ കൂടെ താമസിക്കാൻ വരും. വന്നു കഴിഞ്ഞ് 2 ദിവസം 1 ദിവസമൊക്കെ താമസിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഭക്ഷണ രീതി ചക്കയും മാങ്ങയും കപ്പപ്പുഴുക്കും ഒക്കെ ആയിരിക്കും. അപ്പം വിദേശത്തു നിന്ന് വന്ന മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ പിടിക്കില്ല. ഉടനെ ഈ മകൻ എന്നാ കാണിക്കും? മകൻ ഭാര്യ വീട്ടിലേക്ക് പതുക്കെ ചേക്കേറും. എന്നാൽ ഞാൻ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്കാണ് വന്നത് എന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നേക്കാം എന്ന് വെക്കില്ല. പിന്നെയും ഈ പഴയ മകനും പാവപ്പെട്ട മകനും ഭാര്യയും കൂടെ അച്ഛനെയും അമ്മേനെയും നോക്കിക്കൊണ്ടും ഇരിക്കും. അപ്പം അവർക്കും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ആ മകനും മകൾക്കും എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോകണമെങ്കിലോ, അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവനും മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ യോഗമുള്ളവരല്ലേ, അവർക്കും ഒന്ന് പുറത്തു പോകണം. അച്ഛനെയും അമ്മേനെയും ഒരു കുറച്ച് ദിവസം ഇവർ നോക്കണം എന്നുള്ളൊരു ചിന്ത വരണ്ടേ? അത് ചെയ്യാത്ത എത്രയോ സഹോദരങ്ങളുണ്ടെന്നറിയാമോ? അത് തന്നെയല്ല, ഒരു കാര്യത്തിനും പങ്കെടുക്കാത്ത സഹോദരങ്ങളും കൂടെ ഉണ്ട്. അതായത് ആ വീട്ടിലൊരു കല്യാണം നടന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിദേശത്തു നിന്ന് വരാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് വരാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ദൂരെ താമസിക്കുന്നോ, കേരളത്തിൽ തന്നെ താമസിക്കുന്നവർ വരാത്ത സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒത്തിരി സംഭവങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ സ്വന്തം സഹോദരിയുടെ മക്കളെ കല്യാണത്തിനോ അല്ലെങ്കിൽ ചരടുകെട്ടിനോ നൂലുകെട്ടിനോ കയർ താമസത്തിനോ വീടിന്റെ പാലുക ഒന്നിനും വരാത്ത സഹോദരങ്ങൾ പോലുമുണ്ട്. അപ്പോൾ ആ ബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മളിൽ നിന്നെല്ലാം അകന്നകന്ന് പോകാൻ ശ്രമിക്കുന്ന സഹോദരങ്ങളുമുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതായത് പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയണേ, കായ്ഫലമുള്ള മാത്തേലെ കല്ലെറിയൂ എന്നുള്ളു പറഞ്ഞ പോലെയാണ്. അത് കല്ലെറിയുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിൻ്റെത് മറ്റുള്ളവരെ കുറ്റം പറയാനോ ഇല്ലേ? എന്താണ് എനിക്കറിയത്തില്ല കേട്ടോ. അതിന് ഒരു ഉദാഹരണം എനിക്ക് ഒത്തിരി പേര് ഇങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്. സഹോദരങ്ങളുടെ കല്യാണം, മക്കളുടെ കല്യാണങ്ങളൊന്നും വിളിക്കാതെ, ചരടുകെട്ടെന്നൊന്നും വിളിക്കാതെ തീർത്തും അകത്തി നിർത്തുന്ന മാതാപിതാക്കളും ഉണ്ട്, സഹോദരങ്ങളും ഉണ്ട്. അവരുടെ ഒന്നോടെ തലമുറ കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവന്മാരാന്നുള്ള ആ സ്ഥാനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കൊച്ചന്മാരാന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കാതിരിക്കുന്നവരും ഉണ്ട്. ആ സ്ഥാനം ഇങ്ങനെ കൊടുത്തേക്കും, പക്ഷെ കാശറിഞ്ഞിട്ടാണ് അവരെ പങ്കെടുപ്പിക്കുകയുള്ളൂ. അതേപോലെ അവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സഹോദരങ്ങളും ഉണ്ട്. അതായത് എൻ്റെ സഹോദരൻ അവനങ്ങനെ വന്നെ, അവൻ്റെ ഭാര്യ ഇങ്ങനെയാ അല്ലെങ്കിൽ അവരിങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുതരം പോരുകൂത്തും കൂടെ, അതായത് ചേട്ടാനിയന്മാരുടെ ഭാര്യമാർ തമ്മിലും ചേട്ടാനിയന്മാർ തമ്മിലും പോരുകൂത്തും എന്ന് വെച്ചാൽ സ്വത്തിൻ്റെ പേരിലാട്ടോ അത് അധികവും സംഭവിക്കുന്നത്. എന്തോരം കിട്ടിയാലും മതിയാവില്ലല്ലോ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്. എല്ലാം ഇങ്ങ് പോരട്ടെ. എന്നാൽ അച്ഛനെയും അമ്മേനെയും നോക്കിക്കൊണ്ടിരിക്കണം അവനൊരു ജോലി ഇല്ലാത്തവനാ, അല്ലെങ്കിൽ അവന് നാട്ടിലെ ജോലിയുള്ള, അവന് എന്നെപ്പോലെ സാമ്പത്തികം ഇല്ല എന്നൊന്നും വിചാരിക്കില്ല. അവൻ സ്വത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ സ്വത്ത് കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട്. അപ്പം ഈ ലോകത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളവരല്ലേ? എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനും എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കാനും യോഗമുള്ളവരാ. പൈസയുടെ പേരിലോ നമ്മുടെ രക്തബന്ധത്തിന് വല്ലതും മാറ്റം വരുത്തുന്നുണ്ടോ? ആ ഒരു അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ എല്ലാവരും പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ പോരും കുത്തി ഒരു കുറച്ച് നാളത്തേന് ഉള്ള ജീവിതത്തിൽ വെട്ടിപ്പിടിച്ച് മറ്റുള്ളവരോട് വൈരാഗ്യവും ദേഷ്യവും കാണിച്ച് ജീവിക്കുന്നേക്കാളും ഭേദമല്ലേ ഒരു നിമിഷം ജീവിക്കുകയുള്ളതാണെങ്കിലും ചേർത്ത് പിടിച്ച് ജീവിക്കാന്നുള്ളത്. നമ്മൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ജീവിക്കുന്നവരാ അല്ലേ? ആ സഹോദരങ്ങൾ 5 പേരുണ്ടെങ്കിൽ 5 പേരെയും ചേർത്ത് നിർത്താനാണ് നോക്കണം. അത് ആ വീട്ടിലെ മൂത്തയാളായിരിക്കണം അതിന് നേതൃത്വം നൽകേണ്ടത്. നമുക്കെല്ലാവർക്കും കൂടെ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിൽക്കാവുള്ളൂ. എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബന്ധം ദൃഢമാണ്. ഞാനതിന് ഉദാഹരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന രീതിയിൽ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ എല്ലാവരോടും ഒരു ദിവസത്തിൽ എല്ലാവരെയും തന്നെ വിളിച്ചുവിരിക്കും. അത് ഏത് നാട്ടിൽ പോയി ജോലി ചെയ്താലും അങ്ങനെ ആയിരിക്കണം നമ്മൾ. അപ്പോൾ ആ ബന്ധത്തിനൊരു ദൃഢത കൂടുതലായിരിക്കും. ആ ബന്ധം പിന്നീട് നമുക്ക് അവിടെ കയറി ചെല്ലാനും അവരുടെ മക്കൾ എന്നെ എടുക്കണമെന്നും അവരുടെ മക്കളുടെ എന്താ ആയെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ആ ബന്ധം അറ്റുപോകുന്നില്ല. അതല്ലാത്ത ബന്ധങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മക്കൾ എന്താ എടുക്കണമെന്ന് പോലും പല പിള്ളേരുടെ അമ്മാവന്മാർക്ക് അറിയത്തില്ല.
കൊച്ചന്മാർക്ക് അറിയത്തില്ല എന്താ എടുക്കണേന്ന്. കാരണം മക്കളെ അറിയത്തില്ല, മക്കളെ വഴിക്ക് വെച്ചാൽ കണ്ട പോലും അറിയില്ല. മക്കൾക്ക് അറിയത്തില്ലാത്ത എന്തോരം ബന്ധങ്ങളുണ്ടെന്നറിയാവോ? മക്കൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മക്കളെയൊന്നും ഞാൻ അറിയില്ല കേട്ടോ, അവരൊന്നും നമ്മളെ അന്വേഷിച്ചിട്ട് പോലുമില്ല, അത് ഞാൻ കണ്ടിട്ടുമില്ല. ഒത്തിരി പേരുണ്ട് അമ്മയുടെ ആങ്ങളുടെ മക്കള്, അവരെയൊന്നും എനിക്ക് വഴിക്ക് വെച്ച് കണ്ടാൽ പോലും അറിയത്തില്ലാത്തവരുണ്ട്. നമ്മളെ ഒരു പരിപാടിക്ക് അവരും വരാറില്ല, നമ്മൾ അങ്ങോട്ടും പോവാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്റ്റാറ്റസ് വെച്ച് മാത്രമുള്ള ബന്ധങ്ങളാണ് അധികവും. അതായത് നല്ല നിലയിൽ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അറിയുള്ളൂ. അങ്ങനെയുള്ളവരുടെ അടുത്ത് എല്ലാ ബന്ധങ്ങളും കാണും കേട്ടോ. അത് ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തരെയും എടുത്തു നോക്കിക്കേ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഒത്തിരി ആയിരിക്കും. അതല്ല, ഒരാൾക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരച്ഛൻ വീട്ടുകാരും അറിയില്ല, ഒരമ്മ വീട്ടുകാരും അറിയില്ല, ഒന്നും അറിയില്ല, അവരുടെ മക്കളും അറിയില്ല, മരുമക്കളും അറിയില്ല, കൊച്ചുമക്കളും അറിയില്ല, ആരും അറിയില്ല. നമ്മൾ നല്ല നിലയിലാണെങ്കിൽ നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ആൾ വരും, നമ്മുടെ വീട് അന്വേഷിക്കും, നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ ചേർത്ത് നിർത്തും. ഇതെൻ്റെ ചേട്ടൻ്റെ മകളാ, അല്ലെങ്കിൽ കൊച്ചച്ഛൻ്റെ മോളാ, ഇങ്ങനെയുള്ള ബന്ധങ്ങളും കൂടും. നമുക്ക് എന്ത് വേണം, നമ്മുടെ വീട്ടിലേക്കുള്ള സർവ്വ സാധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടു തന്നിരിക്കും. നമുക്ക് നല്ല കാലമാണെങ്കിൽ. നമുക്കില്ലാതെ കിടന്നേ നമുക്ക് ഒരു നേരത്തെ അരി പോലും മേടിച്ചു തരില്ല. ഇല്ലാതെ കിടന്നേ നമ്മുടെ മക്കൾക്ക് ഒരു തുണി പോലും മേടിച്ചു തരില്ല. ഇതെല്ലാ വീട്ടിലും സംഭവിക്കുന്നതാന്നേ. ഇതിങ്ങനെ തിരിച്ചു വ്യത്യാസങ്ങൾ ഒത്തിരി വീടുകളിലുണ്ട്. അത് കേട്ടതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ എടുത്തു നോക്കി, ഏതെങ്കിലും 5 വീടുണ്ടെങ്കിൽ അതിനകത്ത് 3 വീട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. 3 വീട്ടിൽ കാണും. അറിയാതെ പോകുന്നത്, നമ്മളെ അറിയാത്ത കുടുംബാംഗങ്ങൾ, നമ്മളെ അറിയാത്ത സ്വന്തക്കാര് ഒത്തിരി പേരുണ്ട്. പിന്നെ ഇവര് ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. എന്തിനാണെന്നറിയാവോ? പുതിയതായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിക്കോടെയൊക്കെ ഗ്രൂപ്പിക്കോടെയാണോ ബന്ധം സ്ഥാപിക്കേണ്ടത്? എൻ്റെ ചോദ്യം അതേ ഉള്ളൂ. ഗ്രൂപ്പാണോ ബന്ധം സ്ഥാപിക്കേണ്ടത്? അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ഗ്രൂപ്പിക്കൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ അന്വേഷിക്കാതെ, നമ്മളെ ഒന്ന് വിളിച്ചു പോലും ചോദിക്കാതെ അങ്ങനെയുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചോണ്ട് നടന്നിട്ട് എന്ത് ബന്ധം കിട്ടാനാണ് എൻ്റെ ചോദ്യം. ഞാനീ പറയുമ്പോൾ പലർക്കും അതൊക്കെ ഇഷ്ടപ്പെടാണ്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ സത്യമാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ എന്ന്. നമുക്ക് ഏതെങ്കിലും ഒരുത്തൻ്റെ കഷ്ടകാലം പിടിച്ചവൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ നരകവും കളിച്ചിരിക്കുക, എന്നെ ഒന്ന് സഹായിച്ച് അവനെ രക്ഷിക്കാമെന്ന് ഒരുത്തനും വെക്കില്ല. ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാനോ അവനെ ഒന്ന് രക്ഷിച്ചേക്കാമെന്നോ, അവനും എൻ്റെ രക്തത്തിൽ പിറന്നവനല്ലേന്നോ അല്ലെങ്കിൽ അവൾ എൻ്റെ രക്തത്തിൽ പിറന്നവനല്ലേ എന്ന് ഒന്ന് ചിന്തിക്കുന്ന ഓരോറ്റ സഹോദരങ്ങളും കാണില്ല, ഒറ്റ നാത്തൂമാരും കാണില്ല, ഒറ്റ കൊച്ചച്ഛനും അമ്മാവനും ആരും കാണില്ല. എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടു വന്നോ പിന്നെ നമ്മൾ അടുത്ത ആൾക്കാരായി, സ്വന്തക്കാരായി, നമുക്ക് ബന്ധുക്കളായി, നമ്മുടെ സഹോദരങ്ങളായി, എൻ്റെ ചേട്ടൻ്റെ മോള്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചച്ഛൻ്റെ മോള്, അമ്മാവൻ്റെ മോള്, കസിന്, ഇങ്ങനെയൊക്കെ വന്ന് നമ്മളെ അറിയുന്നവരും ആകും. അപ്പം ഇതെല്ലാവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കേട്ടോ. ഇങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഈ ലോകത്ത്. ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വേറെ ഒന്നും കൊടുക്കണ്ട അവർക്കൊന്ന് താങ്ങായിട്ടൊന്ന് നിൽക്കാൻ ഒരാൾ കിട്ടിയാൽ മാത്രം മതി. അങ്ങനെയുള്ള എത്രയോ പേരുണ്ടെന്നറിയാവോ? ഓരോയിടത്തും പോകാൻ പെട്ടുകിടക്കുന്നവർ. പുറത്തേക്കൊന്ന് പോയി ഒരു സ്ഥലം കാണാൻ അവർക്ക് സാധിക്കില്ല. എന്നാന്നറിയാം, അച്ഛനും അമ്മയോടെ കിടക്കണോണ്ട് അവർക്ക് സാധിക്കില്ല. അച്ഛനും അമ്മയും നല്ല പ്രായത്തിൽ എന്താ ചെയ്തത്? ഇവരെ കുറ്റപ്പെടുത്തി. എന്നിട്ട് അവസാനം നോക്കേണ്ടതോ ഈ അച്ഛനും അമ്മയും. എന്നാൽ ഈ അച്ഛനും അമ്മയും 5 മക്കളെ 5ആയിട്ട് കാണാതെ ഒറ്റയായിട്ട് കണ്ടായിരുന്നെങ്കിൽ ഒരേപോലെ എപ്പോഴും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവന്റെ കൂടെ അച്ഛനും അമ്മയും നിൽക്കാവുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് അച്ഛനും അമ്മയും സാമ്പത്തികം ഉള്ളവന്റെ കൂടെ അല്ല നിൽക്കേണ്ടത്. എവനാണോ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞു പോയത് അവനെ തള്ളിപ്പറയല്ല. അവളുടെ കയ്യിലിരിപ്പും കൊണ്ടാ അല്ലെ അവന്റെ കയ്യിലിരിപ്പും കൊണ്ടാ എന്നും പറഞ്ഞാൽ അവരെ തള്ളിക്കളയല്ല വേണ്ടേ. അവർക്ക് ഞങ്ങൾ കൂടെ നിൽക്കാൻ അവർക്ക് താങ്ങും തള്ള ആ അച്ഛനെയും അമ്മേനെ ഒരു പൊന്നു പോലെ നോക്കും. എനിക്കറിയാവുന്ന ഒത്തിരി ഒരു കുടുംബമുണ്ട് കേട്ടോ. ആ മരുമകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മയെന്ന് പറഞ്ഞാൽ അവർക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ കാശ് കിട്ടിക്കഴിയുമ്പോൾ ഉടനെ അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് 5 മക്കളുണ്ട് ആ വീട്ടിൽ. 5 ആണുങ്ങളാണ് ഉള്ളത്. ആ ആണുങ്ങളുടെ ഈ ഇളയ മരുമകൾ ഒരു ഗതിയില്ലാണ്ട് ഈ കണ്ട കടകളിലൊക്കെ പോയി നിന്നാ ജോലി ചെയ്യുന്നത്. ആ വീട്ടിൽ അയാളാണേലും കൂലിപ്പണിക്ക് പോകുന്ന ആ അമ്മയ്ക്ക് കിട്ടുന്ന വാർദ്ധക്യ പെൻഷൻ ഇങ്ങനെ തലേണയുടെ അടി സൂക്ഷിച്ചു വെച്ചിട്ട് ഇളയ മകൾക്ക് കൊടുക്കുന്ന, ഈ മരുമകൾക്ക് കൊടുക്കുന്ന ഒരമ്മയുണ്ട്. അതേപോലെ എന്ത് കിട്ടിയാലും അമ്മയ്ക്ക് കൊടുക്കും ആ മരുമകള്. അതേപോലെ അമ്മ എന്ത് കിട്ടിയാലും അമ്മയെന്ന് വെച്ചാൽ പെണ്ണ് ആ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുത്ത് അമ്മേനെ സന്തോഷിപ്പിക്കുന്ന, അമ്മയ്ക്ക് മിക്സർ ഇഷ്ടം ഇതിഷ്ടാന്ന് പറഞ്ഞ് മേടിച്ചു പോകുന്ന ഒരു പെൺകുട്ടീനെ എനിക്കറിയാവുന്നതാണ്. ആ സമയത്ത് അമ്മയുടെ മറ്റുള്ള മക്കളെല്ലാം നല്ല നിലയിലാണ്, നല്ല ജോലിക്കാരായിട്ട് നിൽക്കുന്നതാണ്.
ആ അമ്മ അവരുടെ ഒന്നും കൂടെ പോകാതെ ഈ ഇളയ മകൻ്റെ കൂടെ, അയാൾക്ക് ഒരു പണിയില്ലാതെ, ഒരു പണിയില്ല ശരിക്കും പറഞ്ഞാൽ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അയാളുടെ കൂടെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന അമ്മമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അങ്ങനത്തെ തന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ആ സ്നേഹത്തിനുണ്ടല്ലോ, അത് സ്വന്തം അമ്മയെക്കാളും സ്നേഹമായിരിക്കും അപ്പോൾ ഭർത്താവിൻ്റെ അമ്മയോട്. അത് നമ്മളെ ഈ മരുമക്കളാണ്, ഈ ചില മരുമക്കളാണ്, ചില അമ്മായിമ്മമാരുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതും കൂടെ പറഞ്ഞു തന്നേക്കാം. ചില അമ്മായിമാർ ആദ്യമേ തന്നെ മക്കളോടൊരു തിക്ക്, അതായത് മരുമകൾ കയറി വരുമ്പോൾ തൊട്ട് മരുമകളോടൊരു കൊമ്പ് കോർത്തോണ്ടിരുന്നാൽ, ഒരു കോഴിപ്പോരും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ മരുമകൾ നോക്കുന്നൊന്നും വിചാരിച്ച് ആരും ഇരിക്കണ്ട. അത് കുറെ കഴിയുമ്പോൾ ആ മരുമകൾ തന്നെത്താനെ തള്ളേനെ എതിർക്കും, ഉറപ്പായ കാര്യമാണ്. ആ സമയത്ത് അന്ന് തൊട്ട് ആ മകളെ സ്നേഹത്തോടെ നിർത്തി നോക്കിക്കേ. അല്ലാണ്ട് പൈസയുടെയോ സമ്പത്തിൻ്റെയോ വേറെ ഒന്നിൻ്റെയും രൂപത്തിൽ കാണാതെ ആ മകളെ ചേർത്ത് നിർത്തി നോക്കിയേ. ആ മകളെ അവരെ പൊന്നുപോലെ നോക്കും, ഉറപ്പായ കാര്യമാണ്. ആ ഭർത്താവും കൂടെ പറഞ്ഞു കൊടുക്കണം, അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ അമ്മേനെ നോക്കണം എന്ന് പറഞ്ഞാൽ ആ അമ്മ ഒരു സ്ഥലത്തും പോവില്ല. എത്ര കഷ്ടപ്പാടാണെങ്കിലും കഞ്ഞിവെള്ളം ഉള്ളെങ്കിൽ ആ കഞ്ഞിവെള്ളവും കുടിച്ചോണ്ട് കിടന്നോളൂ. അല്ലാണ്ട് അമ്മയ്ക്ക് ചോറ് പോലും വേണമെന്നില്ല, ഒരു നല്ല കറി കൂട്ടണമെന്ന് പോലും അമ്മ പറയില്ല. ആ മകൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ള പറ്റും കുടിച്ച്, ഉള്ള കഞ്ഞിയും കുടിച്ച് അമ്മ അവിടെ കിടന്നോളും, ആ അച്ഛനും അവിടെ കിടന്നോളും. അവിടെയാണ് ആ ജീവിതത്തിൻ്റെ വിജയം. അല്ലാണ്ട് അവരെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് ഇവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ, അത് അകന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അത് പ്രശ്നങ്ങളാണ്. പിന്നെ ഒരിക്കലും കണ്ടാൽ അറിയില്ലാത്ത രൂപത്തിലേക്ക്, അയൽവക്കംകാരോട് പോലും നമ്മൾ മിണ്ടും, പക്ഷെ നമ്മുടെ സഹോദരങ്ങളോട് മിണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരും. നമ്മൾ ശത്രുക്കളെ ചിലപ്പോൾ വഴിക്ക് കണ്ട ചിരിക്കും, പക്ഷെ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെ നമ്മൾ വഴിക്ക് വെച്ച് കണ്ട ചിരിക്കില്ലാത്ത അവസ്ഥയിലേക്കും കൂടെ വരും. ഓക്കെ, നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന്. ഇങ്ങനെ ഒത്തിരി കുടുംബങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ്.